നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറെ അനാവശ്യമായിട്ട് വിമർശിച്ച് അയാളെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ബ്രസീലിയൻ മീഡിയ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അയാൾ കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ബ്രസീലിയൻ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു. കഴിഞ്ഞ മത്സരമുണ്ടല്ലോ, വെലോ ക്ലബിനെതിരെയുള്ള മത്സരം, നെയ്മർ ജൂനിയർ കളിച്ച മത്സരം. അതിനുശേഷം സാൻഡോസിന് ഒരു ദിവസത്തെ ലീവ് കൊടുക്കും, നെയ്മർ റിയോ കാർണിവലിൽ പോയി പങ്കെടുക്കുമെന്നൊക്കെ. നെയ്മർ പക്ഷേ ആ കാർണിവലിലൊന്നും പോയില്ല. അദ്ദേഹം തൻ്റെ റിക്കവറിക്കും മറ്റുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് പോയില്ല. അപ്പോൾ ആ വീഡിയോ ആ വാർത്ത ഫേക്കായിരുന്നു എന്ന് മാത്രമല്ല, പിന്നാലെ അടുത്ത വാർത്ത വന്നു, നെയ്മറുടെ ഭാര്യ ബ്രൂണോ ബെങ്കാടി നെയ്മറില്ലാതെ ഒറ്റയ്ക്ക് കാർണിവലിന് പോയി എന്നൊക്കെ പറഞ്ഞു. അതും സ്പോർട്സുമായി ഒരു ബന്ധവുമില്ലാത്ത സംഗതിയാണ്. അതാണ് പിന്നെ അടുത്തതായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നെയ്മർ ക്ലബിനെ സഹായിക്കുന്നതിന് വേണ്ടി സെർജറി പോലും പോസ്റ്റ്പോൺ ചെയ്തയാളാണ്. നെയ്മർ ആ സെർജറി പോസ്റ്റ്പോൺ ചെയ്ത് കളിച്ചില്ലായിരുന്നെങ്കിൽ സീരിയയിൽ ഇന്ന് സാൻഡോസ് ഉണ്ടാവുമായിരുന്നില്ല. സാൻഡോസ് റെലഗേറ്റ് ചെയ്യപ്പെട്ട് സെക്കൻഡ് ഡിവിഷനിൽ കളിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലബിന് വേണ്ടിയിട്ടും ഫുട്ബോളിന് വേണ്ടിയിട്ടും ആത്മാർത്ഥമായി താൻ പ്രകടനം നടത്തുമ്പോഴും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹത്തെ ഡിഫെയിം ചെയ്യാനും അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് പടർത്തിവിടാനും പലരും ശ്രമിക്കുന്നു എന്ന് ജേർണലിസ്റ്റുകൾക്കിടയിൽ നിന്ന് തന്നെ അഭിപ്രായം വരുന്നു. ബ്രസീലിയൻ ജേർണലിസ്റ്റ് ലൂക്കാസ് ബഡോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതൊന്നിപ്പോൾ ബ്രസീൽ വലിയ ചർച്ചയാണ്. അത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ആ ഒരു പോസ്റ്റ് എങ്ങനെയാണ്: നെയ്മറുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ നോക്കുക. ഏറ്റവും ഒടുവിൽ കാർണിവലുമായി ബന്ധപ്പെട്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കഥ എഴുതിയ പോലുള്ള കാര്യങ്ങളാണ്. ഇല്ലാ കഥ പടച്ചു വിടുകയാണ്. ഞാൻ ഈ റിപ്പോർട്ട്സിൽ ആദ്യം കണ്ടത് നെയ്മർ ആ മത്സരത്തിന് ശേഷം ലീവ് എടുക്കും, എന്നിട്ട് കാർണിവലിന് പോകുമെന്നാണ്. പിന്നീട് വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹമില്ലാതെ അവിടെ പോയി എന്നുള്ളത്. അതും സ്പോർട്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണെന്ന് ഓർക്കുക. ദെൻ പിന്നെ വന്നു CBF വളരെ ഹാപ്പിയാണ്, നെയ്മർ ജൂനിയർ അങ്ങോട്ടേക്ക് പോവാതിരുന്നതിൽ CBF വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്ത വന്നത്. ആ വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. CBF വലിയ ഹാപ്പിയിലാണ്, നെയ്മർ കാർണിവലിന് പോയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ആര്? ആഞ്ചലോട്ടി വരെ കാർണിവലിന് പോയതാണ്. അതിൻ്റെ വീഡിയോയും രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുകയാണ്, ഒരുപാട് ഫേക്ക് ഇൻവെൻറ്റഡ് ന്യൂസ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർണിവലുമായി ബന്ധപ്പെട്ടിട്ട്, നേരത്തെ പോയതുമായി ബന്ധപ്പെട്ടിട്ടും പരിക്ക് പറ്റിയിരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ പലതും ഇല്ലാത്ത കഥയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അൺനെസസറി ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് നെയ്മർ ജൂനിയർക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആളുകളുടെ മനസ്സിൽ അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലൂക്കാസ് ബഡോസ് പറയുന്നത്. ഏതായാലും പല ഘട്ടങ്ങളിൽ അതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമീപകാലത്തെ പല വാർത്തകൾ കാണുമ്പോഴും നമുക്ക് തോന്നുന്നതാണ്. നെയ്മർ ഇപ്പോൾ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. അദ്ദേഹത്തിന് എങ്ങനെയും അടുത്ത വേൾഡ് കപ്പ് കളിക്കണം, അതിനുവേണ്ടി ഫിറ്റായി കളിക്കളത്തിൽ നിൽക്കണം, എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.